ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മനു കാഞ്ഞങ്ങാട്. നമ്മളിന്ന് ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലഘു വിവരണമാണ് ഇവിടെ നൽകുന്നത്. ഞാൻ മുമ്പ് പോയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ മുമ്പ് ഞാൻ പോയ വീഡിയോ ഈ യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഞാൻ 1200 പടിയോളം കയറിയാണ് ക്ഷേത്രത്തിലെത്തിയത്. ഏകദേശം ചെങ്കുത്തായ കയറ്റമായിരുന്നു. രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി ഞാൻ കയറി. 1 മണിയോടുകൂടി ഞാൻ ക്ഷേത്രത്തിലെത്തി. ഞാൻ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ കയറ്റത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ കിട്ടണമെന്നില്ല. അമ്പലത്തിൻ്റെ ശുദ്ധജല പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരുന്ന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ തോരണമലയിലുണ്ട്. തോരണമല എന്ന് പറയുന്നത് തെങ്കാശി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെങ്കാശിയിൽ നിന്ന് അംബാസമുദ്രം വഴി തിരുനെല്വേലിക്ക് പോകുന്ന റൂട്ടിൽ, അതായത് മാതാപുരം എന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ മാർഗമോ ബസ് മാർഗമോ നമുക്ക് തോരണമലയിലേക്ക് പോകാം. കാറിനാണെങ്കിൽ തെങ്കാശി വന്നിട്ട് മാതാപുരം വഴി റോഡ് മാർഗം പോവുകയും ചെയ്യാം. പക്ഷേ തോരണമല അടിവാരത്തിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റൂ. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പുകൾ കയറിയാൽ മാത്രമേ തോരണമലയിലേക്ക് എത്താൻ പറ്റൂ. വളരെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മലയിൽ പാൽ ഒഴിച്ചത് എങ്ങനെയാണോ അതുപോലെ പാൽ ഒഴിച്ച ഒരു രീതിയിലാണ് തോരണമല ദൃശ്യമാകുക. കാരണം എനിക്ക് തോന്നുന്നു വൈറ്റ് വാഷ് പെയിൻ്റ് ഒഴിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തോരണമല എന്ന് പറയുന്നത് വളരെയധികം ഔഷധ സസ്യങ്ങളടങ്ങിയ ഒരു മലയാണ്. അഗസ്ത്യമലയുടെ ഭാഗമാണ്. നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയുടെ ഭാഗം തന്നെയാണ്. അതായത് അഗസ്ത്യമലയുണ്ടല്ലോ, തിരുവനന്തപുരത്തിന് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല, അത് അങ്ങ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ട് അങ്ങ് തെങ്കാശി വരെയുണ്ട്. അച്ചൻകോവിൽ മലകൾ എല്ലാം നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു കിഴക്കേ ഭാഗത്താണ് തോരണമല സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്, മുരുകക്ഷേത്രമാണ്. അവിടെ പോയി കാളി ദേവിയുണ്ട് മലമുകളിൽ. കാളി ദേവിയെ ദർശിച്ചതിന് ശേഷം മകനായ മുരുകനെ കാണാൻ പോകണമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും തോരണമലയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.